അഭിമന്യുവിൻ്റെ പോർവീര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു. അതുപോലെ ദൃഷ്ടദ്യുമ്നൻ്റെ ധൈര്യവും സർവോപരി ഭീമൻ്റെ പ്രകടനവും നമ്മൾ കണ്ടായിരുന്നു. ഭീമന് നേരെ അയച്ച ഗജസൈന്യത്തിനെയും മഗധ സൈന്യത്തിനെയും നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഗജസൈന്യങ്ങൾ നിലംപരിശാകുന്നത് കണ്ടതിന് ശേഷം ദുര്യോധനൻ തൻ്റെ പക്ഷത്തുണ്ടായിരുന്ന രഥത്തെയും കാലാൾ പടയാളികളെയും കുതിരകളെയും ആനകളെയും എല്ലാം ഭീമനെ വധിക്കുവാനായി അയച്ചതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കി എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീമസേനനെ നേരിടുവാനായി തൻ്റെ മുന്നിലെത്തിയ വലിയ സൈന്യത്തിലേക്ക് ഭീമസേനൻ ഒട്ടും ഭയക്കാതെ ഓടിക്കേറി ചെന്ന് ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ, ഇരച്ചു വരുന്ന ഒരു കടലിന് മുന്നിൽ ഒരു കര നിൽക്കുന്നത് പോലെ അവർ ഭീമന് നേരെ ഓടി വരികയാണ്. അവർ ഭീമന് നേരെ എത്താറായപ്പോൾ ഭീമൻ തൻ്റെ ഭീമാകാരമായ ഗദ ചുഴറ്റി തോളിലേക്ക് വെച്ചു. എന്തിനും തയ്യാറായി നിന്നു. എന്നാൽ ആ സമയത്ത് ഭീമൻ്റെ സഹോദരന്മാരും ഭീമൻ്റെ പുത്രന്മാരും അഭിമന്യുവും ദൃഷ്ടദ്യുമ്നനും മഹാരഥനായ ശിഖണ്ഡിയും ഭീമനെ ഉപേക്ഷിച്ച് പോയില്ല. അവർ വന്ന് ഭീമൻ്റെ കൂടെ തന്നെ നിന്നു. അവർ അസ്ത്രങ്ങൾ നേരെ ആ സൈന്യത്തിന് നേരെ അയച്ചു. ഭീമൻ ഉടനെ തന്നെ അസ്ത്രം ചുഴറ്റി ആ സൈന്യത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. നല്ല ഭാരമുള്ളതും ലോഹം കൊണ്ട് നിർമ്മിതമായതും 8 ചുറ്റു പൊന്നു കെട്ടിയതുമായിട്ടുള്ള ഭീമൻ്റെ ഗദ, ഭീമാകാരമായ ഗദ ചുഴറ്റി ഭീമൻ തൻ്റെ മുന്നിൽ വരുന്ന എന്തിനേയും നശിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു. സംഹാര താണ്ഡവമായിരുന്നു ഭീമൻ അവിടെ ആടിയത്. ഭീമൻ തൻ്റെ ഗദയും ചുഴറ്റി യുദ്ധഭൂമിയിലേക്ക് കയറുന്നത് ഏകദേശം രുദ്രൻ്റെ സംഹാരതാണ്ഡവം പോലെ തന്നെയായിരുന്നു. കാരണം ഭീമൻ എങ്ങോട്ടെല്ലാം നോക്കുന്നുവോ, ഭീമൻ എങ്ങോട്ടൊക്കെ തൻ്റെ ഗദ ചുഴറ്റുന്നുവോ അവിടെയെല്ലാം സർവനാശമായിരുന്നു ഫലം. ദൂരെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഭീമൻ അവിടെ ഉണ്ടായിരുന്ന ഓരോ പടയാളികളെയും അടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം ഭീമൻ നേരെ ഗജസൈന്യത്തിനെയും കുതിരസൈന്യത്തിനെയും വീഴ്ത്തി തുടങ്ങി. അധികം താമസിയാതെ ഭീമൻ നേരെ രഥസൈന്യത്തിലേക്ക് കയറി ഭീമൻ തൻ്റെ ചുറ്റിനുമുള്ള എല്ലാ ആയുധധാരികളെയും ഇടിച്ചു തെറിപ്പിച്ച് ഒരു രഥത്തിൻ്റെ അടിഭാഗത്തിൽ ഒരൊറ്റ അടിയായിരുന്നു. ആളുകൾ ആ രഥം തകർന്ന് താഴോട്ട് പോകുന്നത് കണ്ടു. എന്നിട്ട് ഭീമൻ ചുഴറ്റിയ ആ രഥത്തിൻ്റെ പിന്നാംഭാഗത്തൊരടി. എന്നിട്ട് പിന്നെ അവർ കാണുന്നത് ആ രഥത്തിനകത്തേക്ക് ഭീമൻ ഇടിച്ചു കയറി രഥവും പൊളിച്ച് പുറത്തേക്ക് വന്ന് കുതിരയെ പൂട്ടിയേക്കുന്ന ഭാഗം ചുഴറ്റിയെടുത്ത് സൈന്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എറിയുന്നതാണ്. ചില രഥങ്ങൾ ഭീമൻ തൻ്റെ മുട്ടുകാൽ കയറ്റി നശിപ്പിച്ചു കളഞ്ഞു. ചില രഥങ്ങൾ ഭീമൻ ചവിട്ടി നശിപ്പിച്ചു. അങ്ങനെ ദൂരെ നിന്ന് കൗരവരുടെ സർവ്വസൈന്യാധിപന് ഈ വിലാപം കേൾക്കാൻ കഴിയുന്നുണ്ട്. രഥങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ശബ്ദം അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആനകളുടെ ചിഹ്നം വിളി, ദേഷ്യത്തിലുള്ള ചിഹ്നം വിളിയല്ല, ഭയന്നിട്ടുള്ള ചിഹ്നം വിളി കേൾക്കാൻ കഴിയുന്നുണ്ട്. കുതിരകൾ ഗത്യന്തരമില്ലാതെ ഓടുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഭീഷ്മർ ആലോചിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഭീഷ്മർ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭീഷ്മർക്ക് കാണാൻ കഴിഞ്ഞത് ഭീമനെ അല്ലായിരുന്നു, കാലനെയായിരുന്നു. അവിടെ ഭീമൻ്റെ കയ്യിലിരുന്നത് ഗദയല്ലായിരുന്നു, യമദണ്ഡായിരുന്നു. കാലദണ്ഡ് കൊണ്ട് കാലൻ അത്ര പേരെയും യമപുരിയിലേക്ക് അയക്കുന്നത് പോലെയായിരുന്നു ഭീമൻ്റെ പ്രകടനം. ഇത് കണ്ട ഭീഷ്മർ ഭീമ എന്നുറക്കെ അലറിക്കൊണ്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമന് നേരെ വന്നു തുടങ്ങി. ഭീമൻ ഗദ ചുഴറ്റി ഒരു സ്ഥലത്ത് അടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പൊങ്ങി നോക്കി. എന്നിട്ട് പിതാമഹ വാ എന്നും പറഞ്ഞ് നേരെ ഭീമൻ ഭീഷ്മരുടെ നേരെ ഇരച്ചു പോവുകയാണ്. എന്നാൽ ഉടനെ പെട്ടെന്ന് ഒരസ്ത്രം എവിടുന്നോ വന്ന് ഭീഷ്മരെ ആക്രമിച്ചു. ആരായിരുന്നു? സാത്യകി. ഈ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ മഹാഭാരതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരെണ്ണം സാത്യകിയാണ്. എത്തേണ്ട ടൈമിൽ എത്തേണ്ട സ്ഥലങ്ങളിൽ പുള്ളിക്കാരെ എത്തുന്നു. എങ്ങനെയെന്നറിയത്തില്ല, അവിടെ എത്തി പുള്ളിക്കാരൻ പ്രകടനവും കാണിക്കുന്നുണ്ട്. സാത്യകി കൗരവ പക്ഷത്തെ മുച്ചൂട് മുട്ടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഭൂരിശ്രവസ് അവിടെ എത്തി. ഭൂരിശ്രവസ് വളരെ ശക്തമായ ഒരു വില്ലെടുത്തിട്ട്, വളരെ ഭയാനകമായി തോന്നിക്കുന്ന ഒരു വില്ലെടുത്തിട്ട് സാത്യകിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. സാത്യകി തിരിച്ചും അസ്ത്രങ്ങൾ അയച്ചു. അവർക്കിടയിൽ ഒരു പോരാട്ടം തുടങ്ങുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ ദുര്യോധനൻ നയിക്കുന്ന ദുര്യോധനൻ്റെ സഹോദരന്മാരുടെ സൈന്യം അവിടെ പാഞ്ഞെത്തി വട്ടം ചുറ്റി ഭൂരിശ്രവസിന് സപ്പോർട്ടായിട്ട് നിന്നു. പെട്ടെന്ന് ഭീമൻ അലറിക്കൊണ്ട് അവരെ സാത്യകിയുടെ അടുത്തേക്ക് ചെന്നു. ഭീമൻ്റെ കൂടെ മറ്റുള്ള പാണ്ഡവപക്ഷത്തിലെ ആളുകളും വന്ന് സാത്യകിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള നന്ദകൻ ഭീമന് നേരെ എത്രയോ അസ്ത്രങ്ങൾ അയച്ചു. ഭീമൻ്റെ ദേഹത്ത് കൊണ്ടു. 3 അസ്ത്രങ്ങൾ ദുര്യോധനൻ അയച്ച് ഭീമൻ്റെ നെഞ്ചത്ത് കൊള്ളിച്ചു. ഭീമൻ തൻ്റെ നെഞ്ചത്ത് തറച്ച ഈ അസ്ത്രങ്ങളിലേക്ക് നോക്കി. എന്നിട്ട് ദുര്യോധനനെ നോക്കി. എന്നിട്ട് പതുക്കെ ഓടി തൻ്റെ രഥത്തിലേക്ക് കയറിയിട്ട് വിശോകൻ, അതായത് ഭീമൻ്റെ വിശോകനോട് പറഞ്ഞു, ഇവന്മാരെ കണ്ടോ? ദുര്യോധനനും ദുര്യോധനൻ്റെ സഹോദരന്മാരും. വിശോക, എന്നെ തട്ടാം എന്ന് വിചാരിച്ചാണ് ഇവർ വന്നേക്കുന്നത്. പക്ഷെ അവരറിഞ്ഞില്ല ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന ദിവസമാണ് ഇവിടെ എത്തിയേക്കുന്നതെന്ന്. എൻ്റെ സത്യപ്രതിജ്ഞ നിറവേറ്റാനായിട്ടുള്ള നിമിഷമാണ് ഇവിടെ എത്തിയേക്കുന്നതെന്ന് അറിഞ്ഞില്ല. വിശോക, നിൻ്റെ മുന്നിലിട്ടുകൊണ്ട് ഞാൻ ഇവന്മാരെ തീർക്കാൻ പോവുകയാണ്.
അതുകൊണ്ട് നീ നല്ലതുപോലെ തേര് തെളിച്ചോ, കുതിരകളെ നല്ലതുപോലെ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭീമൻ പെട്ടെന്നൊരു വലിയ വില്ലെടുത്തിട്ട് നേരെ നന്ദകന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ദുര്യോധനൻ്റെ നെഞ്ചത്തേക്ക് ഒരു അസ്ത്രം അയച്ചു. ദുര്യോധനനും തിരിച്ചസ്ത്രങ്ങൾ അയക്കുന്നു. ഭീമൻ അതിന് മറുപടിയായിട്ട് അസ്ത്രങ്ങൾ അയക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ദുര്യോധനൻ്റെ ഒരു ഗംഭീര പ്രകടനമുണ്ട്. ദുര്യോധനൻ ഒട്ടും ഭയക്കാതെ ഗർജിച്ചു. കുരുവംശത്തിനിടയിലുള്ള കൗരവപക്ഷത്തിനിടയിലുള്ള ഒരു സിംഹം, ഒരു മതയാനെ പോലെ ദുര്യോധനൻ ഗർജിച്ചു. എന്നിട്ട് ഭീമ എന്ന് അലറിക്കൊണ്ട് ദുര്യോധനൻ തൻ്റെ ദുര്യോധനൻ തൻ്റെ വില്ലിങ്ങനെ ഉലച്ച് ഒരസ്ത്രം എടുത്ത് ചെവിയോളം വലിച്ച് ശക്തമായ അസ്ത്രം ഭീമന് നേരെ അയച്ചു. ഭീമൻ ആ അസ്ത്രത്തിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ആ അസ്ത്രം വന്ന് ഭീമൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞു. ഭീമൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞ ഉടനെ തന്നെ ദുര്യോധനൻ വെയിറ്റ് ചെയ്തില്ല. പെട്ടെന്ന് ഭീമൻ്റെ സാരഥിയായിട്ടുള്ള വിശോകനെയും അസ്ത്രം എയ്തു. വിശോകൻ അസ്ത്രം എയ്തു എന്ന് കണ്ടപ്പോഴത്തേക്കും ഭീമൻ അത് സഹിച്ചില്ല. ഭീമൻ പെട്ടെന്ന് തൻ്റെ ശക്തമായ വില്ലെടുത്തു. ദിവ്യമായ വില്ലെടുത്തിട്ട് ഒരസ്ത്രം നേരെ ദുര്യോധനന് നേരെ അയച്ചു. അതിന് പിന്നാലെ 2-3 അസ്ത്രങ്ങൾ വെച്ചു. അതിലൊരസ്ത്രം ചെന്ന് ദുര്യോധനൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ദുര്യോധനന് ദേഷ്യം വന്നു. ഭീമനുള്ള മറുപടി ഇന്ന് ഞാൻ കൊടുക്കും എന്ന ദേഷ്യത്തോടു കൂടി ദുര്യോധനൻ പെട്ടെന്ന് മറ്റൊരു വില്ലെടുത്തു. അതായത് നിമിഷ നേരം കൊണ്ടാണ് ദുര്യോധനൻ ഇത് ചെയ്യുന്നത്. തികഞ്ഞ യോദ്ധാവിനെ പോലെ, ധീരനായിട്ടുള്ളൊരു രാജാവിനെ പോലെ ആ കൗരവശ്രേഷ്ഠൻ ഇതൊക്കെ ചെയ്യുകയാണ്. എന്താണ് കൗരവന്മാർക്കിടയിലുള്ള ആ ഒരു വ്യാഘ്രൻ, ആ ഒരു കടുവ ഈ ഒരു ബില്ല് പെട്ടെന്ന് എടുത്തതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് ഈ വില്ലിലേക്ക് വെച്ച് ചെവിയോളം വലിച്ച് ഭീമസേനൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി ചെയ്തു. ആ അസ്ത്രം വന്ന് ഭീമസേനൻ്റെ നെഞ്ചിലേക്ക് ചട്ട വിളർന്നു കയറി. അതിൻ്റെ ആഘാതത്തിൽ ഭീമസേനൻ തളർന്നിരുന്നു. നേരത്തെ ഒരിക്കൽ ഭീമൻ ദുര്യോധനൻ ചെയ്ത പരിപാടി ദുര്യോധനൻ തിരിച്ചിപ്പോൾ ഭീമനോട് ചെയ്തു. അങ്ങനെ ഭീമൻ ക്ഷീണിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്കും പാണ്ഡവർക്കും അഭിമന്യുവിനും ഇത് സഹിച്ചില്ല. ഉടനെ തന്നെ അഭിമന്യു പാണ്ഡവരുടെ പടത്തലക്കിൽ നിന്നുകൊണ്ട് പാണ്ഡവരെയും മറ്റു ഉപപാണ്ഡവരെയും ദൃഷ്ടദ്യുമ്നനെയും എല്ലാം അഭിമന്യു നയിച്ച് ഇവിടെ വന്നിട്ട് അവർക്ക് നേരെ അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ ഗ്യാപ്പിൽ ഭീമന് പതുക്കെ ബോധം വന്നു. ഭീമൻ അടുത്ത വില്ലെടുത്തിട്ട് ദുര്യോധനന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ശല്യർക്ക് നേരെയും അസ്ത്രങ്ങൾ അയച്ചു. ഈ സമയത്ത് ഒരാവശ്യവുമില്ലാതെ ധൃതരാഷ്ട്രരുടെ 14 പുത്രന്മാർ അവിടെ എത്തി. 14 പേരുടെ പേര് പറയാം, കുറേ ഉണ്ട്. സേനാപതി സുസേനൻ, ജലസന്ധൻ, സുലോചനൻ, ഉഗ്രൻ, ഭീമരഥൻ, ഭീമൻ, ഭീമബാഹു, അലോലുപൻ, ദുർമുഖൻ, ദുഷ്പ്രദർശ, വിവിത്സു, വിവദൻ, സോമൻ. അങ്ങനെ 14 ധാർത്തരാഷ്ട്രന്മാർ, അതായത് 14 ധൃതരാഷ്ട്ര പുത്രന്മാരവിടെ എത്തി. എന്നിട്ട് ഒരു വേണ്ടാത്തൊരു പരിപാടി കാണിച്ചു. ഈ 14 പേരെ കൂടെ ഒരുമിച്ച് ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഇവന്മാരെ തട്ടുമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ എടുത്ത് കിടക്കുന്ന ഒരാളാണ് ഭീമൻ. അങ്ങനെ ഇത്രയും നേരം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണ് ഇവന്മാരെ അറിഞ്ഞു. എന്നിട്ട് ഇവിടെ നേരെ വന്നിട്ട് 14 പേര് ചുറ്റിനും നിന്നിട്ട് ഭീമൻ അമ്പെയ്തു. ഭീമൻ പെട്ടെന്ന് ഈ അസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ വരുന്നതെന്ന് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ഭീമൻ കൂടുതൽ സംസാരമൊന്നുമില്ല. ഭീമൻ്റെ ബില്ലെടുത്ത് എന്നിട്ട് ഒരസ്ത്രമെടുത്ത് ക്ഷൂരപ്രം എന്നൊരസ്ത്രം. ഈ ക്ഷൂരപ്രം എന്തെന്നൊന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നല്ല മൂർച്ചയേറിയ വായുള്ള അസ്ത്രമാണ്. നല്ല മൂർച്ചയേറിയ വായുള്ള അസ്ത്രം. ആ ക്ഷൂരപ്രം എന്ന് പറയുന്ന അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് ഭീമസേനൻ ചാടി ഒരു ഭാഗത്തേക്ക് ഒങ്ങി എയ്തു. അങ്ങനെ കൗരവന്മാർക്കിടയിൽ ആദ്യത്തെ ഒരാൾ, മൂത്തതെന്നല്ല ആദ്യത്തെ ഒരാൾ, സേനാപതി എന്ന കൗരവ രാജകുമാരൻ്റെ തല തെറിപ്പിച്ചു. എന്നിട്ട് അടുത്ത അസ്ത്രമെടുത്ത് വലിച്ച് ഭീമസേനൻ ചെവിയോളം വെച്ചിട്ട് ജലസന്ധൻ എന്ന് പറയുന്ന കൗരവന് നേരെ അയച്ചു. ജലസന്ധനെ കാലപുരിയിലേക്ക് അയച്ചു. എന്നിട്ട് അടുത്ത അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് തൊടുത്തുകൊണ്ട് ഭീമസേനൻ സുഷേനനെ കാലപുരിയിലേക്ക് അയച്ചു. എന്നിട്ട് ഭല്ലം എന്ന് പറയുന്ന അസ്ത്രം, ഭല്ലം എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്രോഡ് തല, അതായത് ഷാർപ്പായിട്ടിരിക്കുന്നതിന് പോലെ ഇങ്ങനെ ബ്രോഡായിട്ടിരിക്കുന്ന തലയുള്ള അസ്ത്രം എടുത്തിട്ട് അത് തൻ്റെ വില്ലിലേക്ക് വെച്ചിട്ട് ഭീമൻ ഉഗ്രൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരനെയും നേരെ പരലോകത്തേക്ക് അയച്ചു. എന്നിട്ട് തൻ്റെ വില്ലെടുത്ത് ഭീമൻ ഒന്നിനു പിറകെ ഒന്നായി 7 അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമബാഹു എന്ന് പറയുന്ന ഒരു കൗരവ രാജകുമാരനെ പരലോകത്തേക്ക് അയച്ചു. ഭീമൻ ഉടനെ തൻ്റെ വില്ല് ചുഴറ്റിയെടുത്ത് അതിൽ നിന്ന് അസ്ത്രങ്ങൾ അയച്ച് ഭീമൻ എന്ന് തന്നെ പേരുള്ള ഒരു കൗരവ രാജകുമാരനെയും ഭീമരഥൻ എന്ന് തന്നെ പേരുള്ള ഒരു കൗരവ രാജകുമാരനെയും പരലോകത്തേക്ക് അയച്ചു. എന്നിട്ട് ഭീമൻ വീണ്ടും നല്ല കൂർത്തുമൂർച്ചയുള്ള ക്ഷൂരപ്രം എന്ന് പറയുന്ന അസ്ത്രം എടുത്തുകൊണ്ട് സുലോചനൻ എന്ന കൗരവ രാജകുമാരനെയും പരലോകത്തേക്ക് അയച്ചു. എന്നിട്ട് ഭീമൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ദുര്യോധന, നിന്റെ 8 സഹോദരന്മാരെ ഞാൻ പരലോകത്തേക്ക് അയച്ചു. ഇനി നീ ഉൾപ്പെടെ 92 കാത്തിരിക്കുക. ഭീഷ്മർ ഉടനെ വിളിച്ച് പറഞ്ഞു, വീരന്മാരെ ശ്രദ്ധിക്കുക, ഭീമസേനൻ 8 കൗരവ രാജകുമാരന്മാരെ വധിച്ചിരിക്കുകയാണ്. അവനെ വെറുതെ വിട്ടുകൂടാ. എല്ലാവരും അവനെ പിടിക്കുവാനായി ചെന്നാലും ഞാനും കൂടെയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭീമന് നേരെ ചെല്ലുകയാണ്. അങ്ങനെ എല്ലാവരും വരുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഭഗദത്തനെത്തി.
പ്രാഗ് ജ്യോതിഷത്തിലെ രാജാവായ ഭഗദത്തൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ആനപ്പുറത്തിരുന്ന് പോരാടുന്നതിൽ ആൾ കേമനായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഭഗദത്തൻ്റെ കയ്യിൽ വൈഷ്ണവാസ്ത്രം എന്ന് പറയുന്ന ദിവ്യാസ്ത്രമുണ്ട്. ഭഗദത്തൻ്റെ ആന എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആനയല്ല കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റുള്ള ആനകളെക്കാട്ടിയും കുറച്ച് സൈസ് കൂടിയ, നല്ല ആരോഗ്യമുള്ള, നല്ല ശക്തിയുള്ള, നല്ല ബുദ്ധിയുള്ളൊരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പേര് സുപ്രതീകം എന്നാണെന്ന്. അങ്ങനെ ഭഗദത്തൻ സുപ്രതീകം എന്ന് പറയുന്ന തൻ്റെ ആനയുടെ മുകളിലിരുന്നു കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് ഭീമനെ മൂടുകയാണ്. ഭഗദത്തൻ എന്ന് പറയുമ്പോൾ വില്ലുപയോഗിക്കുന്നതിൽ മിടുക്കനാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ. ഈ അസ്ത്രങ്ങൾ ഇതുകൊണ്ട് ഭീമനെ മൂടിയപ്പോഴത്തേക്കും ആർക്കും ഭീമനെ കാണാൻ പറ്റുന്നില്ല, അത്രത്തോളം ശരവർഷം. ഇത് കണ്ടിട്ട് പാണ്ഡവർക്കും അതുപോലെ തന്നെ അഭിമന്യുവിനും സഹിച്ചില്ല. അങ്ങനെ പാണ്ഡവ പക്ഷത്തിലെ സൈന്യം മുന്നോട്ട് വരികയാണ്. ആ പടത്തലയ്ക്കൽ അഭിമന്യുവുണ്ട്. അഭിമന്യുവും മറ്റുള്ളവരും എല്ലാവരും കൂടെ അസ്ത്രങ്ങൾ ചെയ്ത് ഭീമനെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു. എന്നിട്ട് ഭഗദത്തൻ്റെ ആനയെ പല ഭാഗത്തു നിന്നും ആക്രമിച്ചു. പക്ഷേ ഭഗദത്തൻ എന്ന് പറഞ്ഞ എക്സ്പേർട്ടായിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ കഴിവുകൊണ്ട് ഈ ആനയെ എഫിഷ്യൻ്റായിട്ട് ഭഗദത്തനെ ചലിപ്പിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് ഭഗദത്തൻ ശക്തി എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് ചെവിയോളം വലിച്ച് ഭീമന് നേരെ അയച്ചു. ഈ അസ്ത്രം കറക്റ്റ് ഭീമൻ്റെ നെഞ്ച് ഭാഗത്ത് കൊണ്ടു. ഭീമൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഭീമൻ്റെ കൈയൊക്കെ കൈകാലുകളൊക്കെ കുഴയുന്നത് പോലെ തോന്നി. അങ്ങനെ ഭീമൻ ക്ഷീണിച്ച് തൻ്റെ ധ്വജത്തിൻ്റെ ആ ഒരു തണ്ടിൽ ഇങ്ങനെ പിടിച്ച് നിന്നപ്പോൾ അവിടെ നിന്നും ഒരലർച്ച കേട്ടു. എൻ്റെ അച്ഛനത്തോടെ നിനക്ക് ഇത്ര ധൈര്യോടാ എന്നായിരുന്നു ആ അലർച്ച. തിരിഞ്ഞു നോക്കിയപ്പോൾ കടോൽക്കച്ചനെ കണ്ടേ. കടോൽക്കച്ചൻ ഒട്ടും പിടിച്ചില്ല. കടോൽക്കച്ചൻ എന്ന് പറയുമ്പോൾ തൻ്റെ അച്ഛനെ ദൈവതുല്യമായിട്ട് കാണുകയാണ്. കാരണം അത്രത്തോളം ശക്തനാണ് തൻ്റെ അച്ഛൻ. ചെറുപ്പം മുതലേ തൻ്റെ അച്ഛൻ്റെ വീര കഥകൾ കേട്ടല്ലേ കടോൽക്കച്ചൻ വളരുന്നത്. കടോൽക്കച്ചൻ അവിടെ വന്നിട്ട് ഭയാനകമായിട്ടുള്ളൊരു രൂപമെടുത്തി. ഭയങ്കരമായിട്ട് വലുപ്പമായിട്ട് ഭയാനകമായിട്ടുള്ളൊരു രാക്ഷസ രൂപമെടുത്തു. എന്നിട്ട് തുടങ്ങി കടോൽക്കച്ചൻ്റെ മായാപ്രയോഗം. കടോൽക്കച്ചൻ്റെ മായാപ്രയോഗം എന്ന് പറയുമ്പോൾ ഭഗദത്തൻ നോക്കി നിൽക്കവേ ചുറ്റിനും പുക എന്ന് പറയുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിലെയും ഗ്രേ നിറത്തിലെയും പുകകൾ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുന്നു. കടോൽക്കച്ചൻ ചിരിച്ചുകൊണ്ട് പതുക്കെ ആ പുകയുടെ ഇടയിലേക്ക് അങ്ങ് മാഞ്ഞുപോയി. പെട്ടെന്നൊരു ഭാഗത്തുനിന്ന് കടോൽക്കച്ചൻ ഇങ്ങനെ വരുന്നു. അവിടെ നിന്ന് അപ്രത്യക്ഷമായി വേറൊരു സ്ഥലത്തേക്ക് പോയി. കാരണം പെട്ടെന്ന് വന്നിട്ടങ്ങ് പൊക്കളഞ്ഞു. പിന്നെ അവിടെ സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന ഭഗദത്തനും കൂട്ടരും കണ്ടത് പുകയിൽ നിന്ന് ഐരാവതം ഇറങ്ങി വരിക. ഐരാവതം, ഇന്ദ്രൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതം. ഐരാവതത്തിന് മുകളിലിരിക്കുന്ന ആര്? കടോൽക്കച്ചൻ. ആ ഐരാവതത്തെ തൻ്റെ മായാശക്തി കൊണ്ട് കടോൽക്കച്ചൻ സൃഷ്ടിച്ചതാണ്. ഇത് മാത്രമല്ല, അഷ്ടദിക്കുകളും സംരക്ഷിക്കുന്ന 8 ആനകളുണ്ട്, ഐരാവതം ഉൾപ്പെടെ. അതിലുള്ള 3 ആനകളെയും കൂടെ കടോൽക്കച്ചൻ അവിടെ സൃഷ്ടിച്ചു തൻ്റെ മായ കൊണ്ട്. അഞ്ജനൻ, വാമനൻ, മഹാപത്മൻ എന്നായിരുന്നു ആ ഒരു ആനകളുടെ പേര്. അഷ്ടദിക്കുകൾ സംരക്ഷിക്കുന്ന 3 ആനകൾ, 8 ആനകളിൽ 3 പേര്. അങ്ങനെ ഐരാവതം ചേർന്ന് 4 പേര്. അങ്ങനെ 4 ദിശയിൽ നിന്നും ഈ 4 ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആനകൾക്ക് ഭയാനകമായ രൂപം. ആനകളുടെ മുകളിലിരിക്കുന്നതും രാക്ഷസന്മാർ, ഭീകരരൂപികളായിട്ടുള്ള രാക്ഷസന്മാർ. ആനയ്ക്ക് 2 കൊമ്പല്ല 4 കൊമ്പൊക്കെയാണ് ഉള്ളത്. ഈ ആന ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഭഗദത്തൻ്റെ ആനയെ ആക്രമിച്ചു തുടങ്ങി. കടോൽക്കച്ചൻ അട്ടഹസിച്ചുകൊണ്ട് ആയുധങ്ങളെല്ലാം എറിഞ്ഞ് ഭഗദത്തനെയും ആനയും ഭഗദത്തൻ്റെ സൈന്യത്തെയൊക്കെ ആക്രമിക്കുകയാണ്. ഇത് ബുദ്ധിമാനായ ഭീഷ്മർ പുറത്തു നിന്ന് കേട്ടു. ഭീഷ്മർ പറഞ്ഞു, എനിക്കുറപ്പാണ് ഹിഡുംബിയുടെ ക്രൂരനായിട്ടുള്ള പുത്രൻ അവിടെ മായാപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെന്നില്ലേ ഭഗദത്തനെ കിട്ടത്തില്ല. പ്രാഗ് ജ്യോതിഷത്തിലെ രാജാവാണ്, ഒന്നാന്തര യോദ്ധാവാണ്. എല്ലാവരും ഇപ്പോൾ അവിടെ ചെന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഭീഷ്മർ പറഞ്ഞു തരുന്നതിന് മുൻപ് ഈ സീരിയസ്നെസ് മനസ്സിലായ ദ്രോണർ തൻ്റെ രഥത്തിൽ മുന്നോട്ട് പോയി. ദ്രോണരുടെ പിന്നാലെ എല്ലാവരും അവിടെ ചെന്ന് അവിടെ പാണ്ഡവരുടെ ജൈവിളി കേൾക്കുന്നുണ്ട്. പാണ്ഡവർക്കൊന്ന് സന്തോഷം. ഭീമൻ ഇത് കണ്ടിട്ട് യവൻ തുടങ്ങിയ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ഭീമൻ റെസ്റ്റ് എടുത്തു. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനത് ചുമ്മാ കഴിയുന്നിട്ടതാണ്. ഇവർ ഈ വരുന്നത് പാണ്ഡവപക്ഷം കണ്ടു. യുധിഷ്ഠിരൻ ഉടനെ തന്നെ പാണ്ഡവപക്ഷത്തെ കൂട്ടി പാണ്ഡവ സൈന്യത്തിൻ്റെ പടത്തലകിൽ നിന്നുകൊണ്ട് ഇവരെ നേരിടാനായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഭീഷ്മരും ദ്രോണരും അവിടെ എത്തിയിട്ട് കടോൽക്കച്ചൻ്റെ അവിടെയുള്ള ആ ഒരു പ്രകടനം കണ്ടിട്ട് ഭീഷ്മർ ഉടനെ തന്നെ പറഞ്ഞു, ദ്രോണരെ വിളിച്ചിട്ട് പറഞ്ഞു, ദ്രോണരെ, ഞാൻ ഇന്ന് എന്തായാലും കടോൽക്കച്ചനുമായിട്ട് പോരാടാൻ താല്പര്യപ്പെടുന്നില്ല. ഭീഷ്മർ പേടിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബുദ്ധിമാനായിട്ടുള്ള പടനായകനായതുകൊണ്ടാണ്. കാരണങ്ങൾ ഭീഷ്മർ പറയാൻ പോവുക. കടോൽക്കച്ചനും കടോൽക്കച്ചൻ്റെ രാക്ഷസ സൈന്യവും എല്ലാം നല്ല സ്ട്രോങ് ആണ്. അവരിപ്പോൾ നല്ല പവറിലാണ്, നല്ല പോർവറിയിൽ നിൽക്കുകയാണ്. കടോൽക്കച്ചൻ്റെ ഒരൊറ്റ ഉന്നം പോലും പിഴയ്ക്കുന്നില്ല. നമ്മളെല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ കുതിരകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അവനും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കടോൽക്കച്ചനുമായിട്ട് പോരാടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാളെ
നമ്മുടെ കുതിരകളും കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയതിനു ശേഷം നമുക്ക് നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സൈന്യത്തിനെ പിറക്കോട്ട് വലിച്ചേ പറ്റുള്ളൂ, പിറക്കോട്ട് പോവാം എന്ന് ഭീഷ്മർ പറഞ്ഞു. ദ്രോണർക്കും അത് ശരിയായിട്ട് തോന്നി. കാരണം എല്ലാവരും വിചാരിക്കും പോരാട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് ഭീരുത്വമാണെന്ന്. ഭീരുത്വമല്ല, പോരാട്ടത്തിൽ നിന്ന് എപ്പോൾ പിന്തിരിഞ്ഞിട്ട് റീഗ്രൂപ്പ് ചെയ്ത് തിരിച്ചു വരണമെന്നുള്ളത് യുദ്ധതന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭീഷ്മർ അത് ചെയ്തത്. ഭീഷ്മർ ഇത് പറഞ്ഞുടനെ തന്നെ ദുര്യോധനൻ്റെ മറ്റുള്ള സഹോദരന്മാരും കൗരവപക്ഷത്തിലുള്ള ആളുകളും എല്ലാം ശരിവെച്ചു. അങ്ങനെ ഭഗദത്തനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് ഇവർ ഈ സൈന്യം കൗരവ സൈന്യത്തിനെ പിറക്കോട്ട് വലിച്ചു. അന്നത്തെ ദിവസം 2 കൂട്ടരും യുദ്ധം മതിയാക്കി അവരുടെ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. എന്നാൽ പാണ്ഡവരുടെ ദേഹമൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന ദിവസം അസ്ത്രങ്ങൾ കൊണ്ടിട്ടേ. ഒറ്റ ഒരെണ്ണത്തിൻ്റെ ദേഹത്ത് അസ്ത്രം കൊള്ളാതിരുന്നിട്ടില്ല, നല്ലതുപോലെ അസ്ത്രങ്ങൾ കൊണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആ വേദനയെ കാട്ടിയും അന്നത്തെ അവരുടെ പ്രകടനത്തിൻ്റെ വിജയമാണ് അവരാലോചിക്കുന്നത്. കാരണം ഭീമൻ എന്തെല്ലാമെന്ന് കാണിച്ചു, കടോൽഗജൻ എന്തെല്ലാമെന്ന് കാണിച്ചു, അഭിമന്യു എന്തെല്ലാം അവിടെ കാണിച്ചു, ദൃഷ്ടദ്യുമ്നൻ എന്തെല്ലാം കാണിച്ചു. അതെല്ലാം അവരിങ്ങനെ ഓർത്ത് സന്തോഷിച്ചോട്ട് പോയാണ്. പാണ്ഡവരവരുടെ ക്യാമ്പിലെത്തിയിട്ട് ഭീമനെയും അതുപോലെ കടോൽഗജനെയും മുന്നിൽ നിർത്തിയിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ പൂജിച്ചു മീൻസ് ഈ യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് വീരന്മാരെ പുകഴ്ത്തത്തില്ലേ, ആ പരിപാടിയൊക്കെ ചെയ്തു. ഭീമനെയും കടോൽഗജനെയും വന്നവർ ആഘോഷിച്ചു. ദുര്യോധനൻ എന്ന രാജാവിനെക്കാട്ടിയും ദുര്യോധനൻ എന്ന ജ്യേഷ്ഠൻ്റെ നെഞ്ച് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. താൻ വളരെ ചെറുപ്പം മുതൽ കാണുന്ന തൻ്റെ 8 അനുജന്മാരാണ് ഇവിടെ തീർന്നേക്കുന്നത്. തൻ്റെ സൈന്യത്തിൻ്റെ നല്ലൊരു ഭാഗം നശിച്ചേക്കുകയാണ്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഗജസൈന്യത്തിനെയാണ് ഭീമൻ ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. ഉടനെ ദുര്യോധന ഈ സമയത്തൊക്കെയുള്ള രസം എന്താണെന്നറിയോ, ധൃതരാഷ്ട്ര ഈ ഓരോ സ്ഥലത്തും ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ പറ്റിയേ, ബാക്കി പറയൂ സഞ്ജയ, പിന്നെ എന്തുണ്ടായി സഞ്ജയ എന്ന് പറയുമ്പോൾ ഓരോ തവണയും സഞ്ജയൻ പറയും, ഞാൻ ബാക്കി പറയാം മഹാരാജാവേ, ഇതെല്ലാം മഹാരാജാവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണ്. ഞാൻ ബാക്കി പറയാം മഹാരാജാവേ, ഇതെല്ലാം മഹാരാജാവ് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടുണ്ടായതാണ്. അങ്ങനെ സഞ്ജയൻ എവിടെ നിന്നുകൊണ്ട് ധൃതരാഷ്ട്ര ചെറുതായിട്ട് ഇങ്ങനെ കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വിടാം. അപ്പോൾ ദുര്യോധനൻ നല്ല വിഷമത്തിൽ നേരെ ഭീഷ്മരോട് ചെന്നു പറഞ്ഞു, പിതാമഹ, അങ്ങ് ആരാ? അങ്ങേപ്പോലൊരു ശ്രേഷ്ഠനായ ഒരു യോദ്ധാവ് ഈ ലോകത്തിലില്ല. മഹാഗുരു ദ്രോണാചാര്യരുടെ തേജസ്സിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുപോലെ ശല്യർ, വികർമ്മൻ, ഭഗദത്തൻ, ഭൂരിസ്രവസ്, നിങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ എങ്ങനെ പാണ്ഡവർ ജയിക്കുന്നു? പാണ്ഡവർക്ക് എങ്ങനെ ഇന്നത്തെ വിജയം കിട്ടി? എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? ഉടനെ ഭീഷ്മർ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തൻ്റെ ദേഹത്തെ പടച്ചട്ടയെല്ലാം അഴിച്ചു വെച്ചിട്ട് തൻ്റെ മുടിയെല്ലാം ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ട്, ചൂടുണ്ടല്ലോ, ചൂടൊക്കെ ആയിരിക്കുമല്ലോ, തൻ്റെ താടിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പതുക്കെ അടുത്ത് വന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, ബഹുമാനത്തോടെ ഞാൻ നിൻ്റെ അടുത്ത് കാര്യം പറയാം, പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഞാൻ പറഞ്ഞൊന്നും അനുസരിച്ചിട്ടില്ല. അതിൻ്റെ ഫലമാണ് ഈ കിടന്നനുഭവിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ പേരക്കുട്ടിയല്ലേ, ഞാൻ നിന്നോട് വീണ്ടും പറയാം. മോനെ, പാണ്ഡവരെ തോൽപ്പിക്കാൻ പാടാണ്. കാരണം അവിടെ ഒരു വലിയ സംഭവമുണ്ട്. അതെനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് പാണ്ഡവർ സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ച് വരുമ്പോൾ അവരുമായിട്ട് സമാധാനത്തിൽ ഏർപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തവരെ ഒഴിവാക്കിയിട്ട് നിനക്ക് ആസ്വദിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ നിന്നോട് പലതവണ പറഞ്ഞു. നീ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് നീ വ്യക്തമായി കേട്ടുകൊള്ളണം എന്ന് പറഞ്ഞ് മഹാവിഷ്ണു ഭഗവാന്റെ മഹാവിഷ്ണു ഭഗവാനെ കുറിച്ചൊരു വർണ്ണനയുണ്ട്. ആരാണ് നാരായണൻ, ആരാണ് മഹാവിഷ്ണു ഭഗവാൻ എന്നൊരു വർണ്ണനയുണ്ട്. എന്നിട്ട് കൃഷ്ണൻ ആരാണ് എന്നൊരു വർണ്ണനയുണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള യോഗ്യതയും അറിവും എനിക്കില്ല. ഭീഷ്മർ പറയുന്നുണ്ട്, പണ്ടിങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നുണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് ഭൂമിയിൽ അവതരിക്കണമെന്ന്. എന്നിട്ട് സംഘർഷണനെ മഹാവിഷ്ണു ഭഗവാന്റെ അംശത്തിൽ നിന്ന് ജന്മമെടുപ്പിക്കണം. അതുപോലെ അനിരുദ്ധനെ മഹാവിഷ്ണു ഭഗവാന്റെ അംശത്തിൽ നിന്ന് ജന്മമെടുപ്പിക്കണം. പ്രദ്യുമ്നനെ മഹാവിഷ്ണു ഭഗവാന്റെ അംശത്തിൽ നിന്ന് ജന്മമെടുപ്പിക്കണം. എന്നിട്ട് വാസുദേവനായിട്ട്, ഇതെന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ 4 ഫോംസ്, മാനിഫെസ്റ്റേഷൻസ്, വ്യൂഹങ്ങൾ, ആസ്പെക്റ്റ് എന്നൊക്കെ പറയാം. ഈ 4 ഫോംസായിട്ട് വരണം. അതിൽ ഈ പറയുന്ന സംഘർഷണൻ എന്ന് പറയുന്ന ആളാണ് ബലരാമൻ, ശേഷനാഗത്തിൻ്റെ അവതാരം എന്നൊക്കെ പറയുന്ന ബലരാമൻ. എന്നിട്ട് ഭീഷ്മർ പറയുന്നുണ്ട്, ബ്രഹ്മദേവൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, പണ്ടത്തെ ദേവാസുര യുദ്ധത്തിലെല്ലാം മരിച്ച അസുരന്മാർ ഭൂമിയിൽ മനുഷ്യരൂപമെടുത്ത് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അസുരന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്ത് ധർമ്മസംസ്ഥാപനം നടത്താനായിട്ടാണ് ബ്രഹ്മദേവൻ ഈ ഒരു പ്രാർത്ഥന മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ അതിൽ പൂർണ്ണാവതാരമായ വാസുദേവനായിട്ട് അവതരിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ പൂർണ്ണാവതാരമാണ് അർജുനൻ്റെ രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടി പിടിച്ച് ഇങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. നീ വിചാരിക്കുന്നത് പോലെ വെറും ഒരു യദുവംശത്തിലെ ഒരു ആൾ മാത്രമല്ല അത് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ്, നാരായണനാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നരനാരായണന്മാരുടെ മഹിമയെക്കുറിച്ച് പറയുന്നുണ്ട് ഭീഷ്മർ. എന്നിട്ട് ഇങ്ങനെ ഇതിനിടെ ദുര്യോധനൻ കൃഷ്ണനെക്കുറിച്ച് അറിയാനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭീഷ്മർ കൃഷ്ണൻ്റെ മഹാത്മ്യങ്ങൾ പറയുന്നുണ്ട്. കൃഷ്ണൻ എന്തെല്ലാം പറ്റും, കൃഷ്ണൻ ആരാണ്, കൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ച് നമ്മുടെ മുന്നിൽ മനുഷ്യരൂപമെടുത്തി നടക്കുന്നത് സാക്ഷാൽ ആ ഒരു വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീപത്മനാഭൻ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ്, പൂർണ്ണനാരായണൻ തന്നെയാണ്. എന്താണ്, അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആളാണത്. അദ്ദേഹം ഒരുപാട് ഉദ്ദേശത്തോടു കൂടി ജനിച്ച ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭീഷ്മരുടെ സംസാരത്തിൽ നിന്ന് നമുക്കിതെല്ലാം മനസ്സിലാവും. എന്നിട്ട് കൃഷ്ണൻ ആരാണെന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എവിടെ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ധർമ്മമുണ്ട്, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. കൃഷ്ണൻ പരമാത്മാവാണെന്നുള്ള രീതിക്ക് ഭീഷ്മർ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെ നിൽക്കുന്നു. അവർക്ക് സംശയം വരുമ്പോൾ കൃഷ്ണൻ ഉത്തരം കൊടുക്കും. അവർക്ക് ധൈര്യം ചോദിക്കുമ്പോൾ കൃഷ്ണൻ ധൈര്യം കൊടുക്കും. തന്നെ ആശ്രയിച്ച് കൂടെ നിൽക്കുന്നവർക്ക് കൃഷ്ണൻ ഉപദേശങ്ങൾ നൽകും. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൃഷ്ണൻ ആ സമയത്ത് ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള, ആ സമയത്ത് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഭയത്തിൽ നിന്ന് കൃഷ്ണൻ അവരെ സംരക്ഷിക്കും. ആ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇപ്പോഴും സമയം പോയിട്ടില്ല, ചെന്ന് സമാധാനം നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം ഭീഷ്മർക്കറിയാം നടക്കേണ്ട കാര്യങ്ങൾ നടക്കും. ഭീഷ്മർക്ക് അതിലൊരു പിടിവാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭീഷ്മർ തൻ്റെ കർമ്മം ചെയ്യും. എന്താണെങ്കിലും ഭീഷ്മർ തൻ്റെ കർമ്മം ചെയ്യും. അങ്ങനെ നിൽക്കുകയാണ് ഭീഷ്മർ. എന്നിട്ട് ഭീഷ്മർ ദുര്യോധനൻ്റെ തോളത്ത് കെട്ടിയിട്ട് പറഞ്ഞ് മുമ്പ് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാം. നിങ്ങൾ ആലോചിക്കണം, ഇനി ഭീഷ്മർ ഒരു ഭക്തൻ എന്നുള്ളത് മാറ്റി നിർത്തിക്കോ, ഒരു മഹാരഥി എന്നുള്ളത് മാറ്റി നിർത്തിക്കോ, ഒരുപാട് കാലം ജീവിച്ച ഒരാളെന്നുള്ളത് മാറ്റി നിർത്തിക്കോ, നല്ല ബാഹുബലമുള്ള ആളെന്നുള്ള രീതിക്ക് മാറ്റി നിർത്തിക്കോ, ഒരു മഹായോഗി എന്നുള്ളത് മാറ്റി നിർത്തിക്കോ, ഒരു തപസ്സി എന്നുള്ളത് മാറ്റി നിർത്തിക്കോ, ഒരു മുത്തശ്ശനായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. താൻ സ്നേഹിച്ച തൻ്റെ പേരക്കുട്ടികൾ തമ്മിലടിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും തൻ്റെ പേരക്കുട്ടി ഒന്ന് ചോദിച്ചപ്പോൾ ആ മുത്തശ്ശൻ നല്ലൊരു ഉപദേശം കൊടുത്തു, തത്വജ്ഞാനം കൊടുത്തു. ഭീഷ്മരി പറഞ്ഞ കാര്യങ്ങൾ ഭീഷ്മർ പറയുന്നുണ്ട്. ഇത് ഞാൻ അറിഞ്ഞത് വേറെ ആരിൽ നിന്നുമല്ല, എൻ്റെ ഗുരുനാഥനായ പരശുരാമനിൽ നിന്നും, അതുപോലെ വേദവ്യാസനിൽ നിന്നും, മാർക്കണ്ഡേയ മുനിയിൽ നിന്നും, നാരദ മുനിയിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്ന് ഭീഷ്മർ പറഞ്ഞിട്ടാണ് ഇത്ര കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നെല്ലാം പഠിച്ച കാര്യങ്ങളാണ് ഭീഷ്മരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തത്വോപദേശം കൊടുക്കുന്നു. പല കാര്യങ്ങൾ ഭീഷ്മർ പറഞ്ഞു കൊടുത്തിട്ട് നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഭീഷ്മർ ആ കട്ടിലിൽ കിടക്കുക രാത്രി. അടുത്ത ദിവസം ആരെയൊക്കെ വധിക്കണമെന്ന് ഭീഷ്മർക്ക് അറിയത്തില്ല. അതിൽ തൻ്റെ പേരക്കുട്ടികൾ ഉണ്ടാവല്ലേ എന്നൊരു പ്രാർത്ഥന ആ ഒരു വൃദ്ധൻ്റെ മനസ്സിലൊരു പക്ഷേ ഉണ്ടാവും. ചിലപ്പോൾ ആരും അറിയാതെ ഭീഷ്മർ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണേ. ഇതുപോലെ ത്യാഗം ചെയ്ത് ഒരു ജന്മം സഹതാപം തോന്നിപ്പോ ചില സമയത്ത്. പണ്ട് അച്ഛന് വേണ്ടി ത്യാഗം ചെയ്തു, പിന്നീട് ഈ പിള്ളേർക്ക് വേണ്ടി, ധൃതരാഷ്ട്രർക്ക് വേണ്ടി ത്യാഗം ചെയ്തു, പിന്നീട് ഈ പിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്തു, ഇപ്പതാ ഇങ്ങനെ. ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ 4-ാം ദിവസത്തിൻ്റെ 2-ാം ഭാഗം. ഞാൻ നമ്മുടെ ഈ ഒരു കുരുക്ഷേത്രം എന്ന് പറയുന്ന സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് ഈ എപ്പിസോഡാണ് കാണുന്നവർക്കെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി ചെന്നാൽ നിങ്ങൾക്ക് മറ്റുള്ള എപ്പിസോഡ്സും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ